പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല തേങ്ങാക്കൊത്തിട്ട് വെച്ച നല്ല ഉണക്ക മീൻ കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ പാനല്ല ഉപയോഗിക്കാറ്, നമ്മൾ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ചെറുതായിട്ടത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആദ്യമേ ഒന്ന് നമ്മുടെ തേങ്ങാക്കൊത്ത്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നൊരു നമ്മുടെ തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് നമുക്ക് ആദ്യമേ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മറ്റ് എണ്ണകളെക്കാളും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്ന ഉണക്കമീനാണ്. കുറച്ച് ദിവസമായി ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നു. എന്നും ഹസ്ബൻഡ് ഇതെടുത്ത് കറി വെക്കെന്ന് പറയും. പക്ഷെ എൻ്റെ മടി കാരണം അത് നടക്കാറില്ല. ഇനി അതെങ്ങാനും ഫ്രിഡ്ജിലിരുന്ന് കേടായി പോയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എൻ്റെ പടി കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി എന്തായാലും ഞാൻ അങ്ങ് ഉണക്കമീൻ നല്ല തേങ്ങാക്കൊത്തിട്ട് നല്ലൊരു മുളകിട്ട കറി അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇനി നമുക്ക് ഒരു 3-4 നല്ല കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് സെറ്റായിട്ട് വരണം. നമുക്കൊന്ന് തീ കൂട്ടിയിട്ട് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മതി. ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഉണക്ക സ്രാവാണ്. ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഈ പുളിയുടെ സത്തൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റായിട്ട് വരണം. നമുക്കൊന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി ഇതങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഒരു പാനെടുത്ത് വെക്കുക. ജസ്റ്റ് പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് ജസ്റ്റ് കുറയ്ക്കുന്നുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും നല്ലത് ചെറിയുള്ളിയാണ്. എൻ്റെ അടുത്ത് ചെറിയുള്ളി കുറച്ചായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു 2-3 ചെറിയുള്ളിയും അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ വലിയ ഉള്ളി അതൊരു ഹാഫ് എടുത്തിട്ടുണ്ട്.
അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ഉപ്പൊന്നും ഇപ്പം ഇടുന്നില്ല, ഓൾറെഡി ഉപ്പുള്ള മീനാണ്. ഇപ്പോൾ ലാസ്റ്റ് എങ്ങനെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. നമുക്കിതിനകത്തേക്ക് ഒരു 5-8 വെളുത്തുള്ളിയാണ്, ഇത് ഞാൻ നടുവേ കീറിയിട്ടതാണ്. അതുപോലെ ഒരു നുള്ള് ഇഞ്ചിയുമുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി. നമുക്കിതിനകത്തേക്ക് ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നടുവേ കീറിയിട്ടതാണ്. അതും ഇതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് തീ കുറയ്ക്കുന്നുണ്ട്. ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തീ കുറച്ചിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി, പക്ഷെ എന്നും വീഡിയോ ഇടാനൊന്നും സാധിക്കാറില്ല. ഈ തൊട്ടെങ്കിലും വീഡിയോ എന്നും ഇടണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുമെന്നറിയില്ല. എന്നാലും പരമാവധി ശ്രമിക്കുന്നതായിരിക്കും എന്നും വീഡിയോ ഇടാൻ വേണ്ടി. ഹസ്ബൻഡ് എന്നും വരെ വീഡിയോ ഇടാമെന്ന്, പക്ഷെ എൻ്റെ ഒരു മടി കാരണം അത് നടക്കാറില്ല. മടിയാണ് എല്ലാത്തിൻ്റെയും ഒരു കാരണം. ഞാൻ എന്തായാലും കരുതി കൂട്ടിയിരുന്നു എന്നോട്ട് എന്തായാലും ഒരു വീഡിയോ ഇടണമെന്ന്. അപ്പം ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാനെല്ലാം സെറ്റായിട്ടിരുന്നു. പിന്നെ എന്തായാലും ഉറപ്പിക്കുന്നു, തന്നെ എന്തായാലും വീഡിയോ ഇടണമെന്ന്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടി ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അത് ഞാൻ ഇങ്ങനെയൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും പൊടി ചേർക്കുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇതെല്ലാം കരിഞ്ഞു പോവും, നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഞാൻ ആ പാത്രം കഴുകിയ ആ വെള്ളം കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെ എല്ലാം ഒരു പച്ചമണം ഇനി മാറി വരണം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, എരിവുള്ള മുളക് പൊടി എടുത്തിട്ടില്ല. കാരണം എനിക്കൊരു 6 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഓവർ എരിവായി പോയാലോ എന്നോർത്താണ് ഇത് മാത്രമേ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ പൊടിയുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് കൊടംപുളി ഇട്ട് ഇതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ആ പുളിയും ആ തേങ്ങയുടെ തിളക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക സ്രാവ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് അതിൻ്റെ തൊലിയെല്ലാം കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. നമുക്കിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി വരണം. നമുക്ക് ഇതങ്ങ് മൂടി വെക്കാം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് നോക്കാം. ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ വറ്റി വരണം. അപ്പം ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. നമ്മുടെ മൺചട്ടി ആണെങ്കിൽ അത് പെട്ടെന്ന് വറ്റിയാൻ സെറ്റായിട്ട് വരും. കുറച്ചും കൂടെ വെള്ളം പറ്റാനുണ്ട്. നമുക്കൊന്നും കൂടി ഇതൊന്ന് മൂടി വെക്കാം. നന്നായിട്ട് വെള്ളമെല്ലാം കുറച്ച് വെള്ളം ഉണ്ട്, അത് കുഴപ്പമില്ല, ഇരുന്നൊന്ന് വറ്റിക്കോളും. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തിട്ട നല്ല ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരുന്നത്. ഇതിപ്പം നാളെയൊക്കെ കഴിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം പുളിയെല്ലാം നല്ല ആ മീനോട് പിടിച്ച് കഴിയുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുമായിരിക്കാം. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വെക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.